തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് പുറത്തിറക്കുന്ന പ്രകടന പത്രികകളിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനത്തിൽ ഓരോ പൗരന്റെയും കടമയാണെന്നും ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ ഓരോ പൗരനും അവകാശമുണ്ടെന്നും ഏകതാ പരിഷത്ത് ദേശീയ സെക്രട്ടറി പി.വി. രാജഗോപാൽ. ഒരു സർക്കാർ അധികാരത്തിൽ നിന്നും പുറത്തുപോയ ശേഷം അധികാരമേൽക്കുന്ന സർക്കാർ ആദ്യമായി സാമ്പത്തിക ധവളപത്രം പുറത്തിറക്കി സാമ്പത്തിക സ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. തികച്ചും സുതാര്യമായ ഭരണ സംവിധാനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. വോട്ടേഴ്സ് അലയൻസ് കേരള സിവിൽ സൊസൈറ്റി മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഈരാറ്റുപേട്ട റോട്ടറി ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് വി.ജെ. ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയിസ് കറിയ, സണ്ണി പൈക്കട, ജോൺസൺ ജോസഫ്, കബീർ ഷാ, അബ്ദുള്ള ഖാൻ, ജോർജ് കുട്ടി കടപ്ലാക്കൽ, ഉണ്ണിക്കുഞ്ഞ് എന്നിവർ സംസാരിച്ചു. ചെറിയ ഗ്രൂപ്പാണ്, കുറേ സമയമായി കാത്തിരിക്കുന്നു, കുറേ നേരം ഇരുന്ന് സംസാരിക്കാൻ തയ്യാറായി വന്നവരാണ്. അതുകൊണ്ട് ഐ ബിലീവ് ദാറ്റ് ദിസ് ഈസ് എ ലേണിംഗ് സർക്കിൾ. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ജോൺ ജോസഫ് ജി ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. അദ്ദേഹം 3 കാര്യങ്ങളാണ് പറയുന്നത്: ഡെമോക്രസി, ട്രാൻസ്പാരൻസി, അക്കൗണ്ടബിലിറ്റി. ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല സംസാരിക്കുന്നത്, ലോകം മുഴുവൻ സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റാണിത്. ഏത് വലിയ കോൺഫറൻസിൽ പോയാലും കേൾക്കാം. ഇന്നത്തെ ഏറ്റവും ബേണിംഗ് ഇഷ്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ